ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ 2026 T20 വേൾഡ് കപ്പിൻ്റെ ആദ്യ സെമി കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിൽ വൈകുന്നേരം 7 മണിക്ക്. ഈ രണ്ട് ടീമുകളും നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരേ ടീമിലായിരുന്നു. ഗ്രൂപ്പ് ഡിയിൽ അതിൽ ഏറ്റുമുട്ടിയപ്പോൾ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ സെമിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ രണ്ട് ടീമുകളുടെയും ഒരു വേൾഡ് കപ്പ് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ 2007-ലും 2016-ലും 21, 22 വർഷങ്ങളിലാണ് ന്യൂസിലാൻഡ് സെമിയിൽ പ്രവേശിച്ചത്. അതിൽ 2021-ൽ അവർ ഫൈനലും കളിച്ചിരുന്നു. ഫൈനലിൽ ഓസ്ട്രേലിയയായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക 2009, 2014, 24 വർഷങ്ങളിലാണ് സെമിയിൽ പ്രവേശിച്ചത്. 2024 അവർ ഫൈനലിൽ കടന്നിരുന്നു. 2024 ഫൈനലിൽ അവർ ഇന്ത്യയായിട്ട് പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ന്യൂസിലാൻഡിൻ്റെ 5ാമത്തെ T20 വേൾഡ് കപ്പ് സെമിയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ 4ാമത്തതും. ഇവിടെ രണ്ട് ടീമുകളിലെ ഒരു ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രഥമ ദൃഷ്ടിയാൽ സൗത്ത് ആഫ്രിക്കയാണ് കൂടുതൽ കരുത്തന്മാർ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലാകുന്നത് സൗത്ത് ആഫ്രിക്ക ഒരു 60-65% സെമിയിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തോന്നലെന്ന് പറയുന്നത്. പിന്നെ ക്രിക്കറ്റാണ്, ആരെയും അട്ടിമറിക്കാം. നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ നമ്മൾ പല കുഞ്ഞൻ ടീമുകളും അട്ടിമറിക്കുന്നതും കണ്ടതാണ്. പല വമ്പന്മാരും സൂപ്പർ 8 പോലും കാണാതെ പുറത്തു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു മുൻവിധി ശരിയല്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു ഇതുവരെയുള്ള ഈ ചാമ്പ്യൻഷിപ്പിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇനി സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഏജൻ മാക്രം, അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഏജൻ മാക്രം മിന്നും ഫോമിലാണ്. നമുക്കറിയാം ടോപ്പ് 5 റൺ വേട്ടക്കാരിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏജൻ മാക്രമാണ്. അദ്ദേഹം 268 റൺസ് ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ സഹ ഓപ്പണറായിട്ടുള്ള ക്വിൻ്റൺ ഡിക്കോക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കൊത്ത് ഉയരാത്ത ഒരു പ്ലെയറാണെന്ന് പറയാം. കഴിഞ്ഞ മത്സരത്തിൽ ഒരു 47 റൺസ് അടിച്ചിരുന്നു. അതല്ലാതെ ഒരു നല്ലൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ആ ഒരു റേഞ്ചിനനുസൃതമായിട്ടുള്ള ഒരു പ്രകടനം ഈ ടൂർണമെൻറ്റിൽ അങ്ങനെ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വൺ ഡൗണിൽ വരുന്ന റിക്കൾട്ടൺ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ഒരു 200 മേലെ സ്കോർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സിക്സറുകൾ അടിച്ച കാര്യത്തിൽ അദ്ദേഹം ഒരു 10-15 സിക്സ് ഈ ഒരു ടൂർണമെൻറ്റ്, കൃത്യമായി പറഞ്ഞത് 15 സിക്സ് ഈ ടൂർണമെൻറ്റിൽ ഇതിനകം നേടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ക്വിൻ്റൺ ഡിക്കോക്കിൻ്റെ ഒരു ഫോമില്ലായ്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു പോരായ്മ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് അറിയാത്തതിൻ്റെ കാര്യവും ഈ റിക്കൾട്ടൻ്റെ ഒരു പെർഫോമൻസ് ആണ്. തുടർന്ന് വരുന്ന ബ്രീഡ്സ് ആയിക്കോട്ടെ, അതുപോലെ സ്റ്റെഫ്സ് ആയിക്കോട്ടെ, മൈക്രോ ജാക്സൺ ആയിക്കോട്ടെ, ഒക്കെ തന്നെ വളരെ വേഗത്തിൽ റൺ ഉയർത്താനായിട്ട് ശേഷിയുള്ള പ്ലെയേഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് മില്ലർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഡേവിഡ് മില്ലർ. അപ്പോൾ അദ്ദേഹമൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൻ്റെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പിച്ചിൻ്റെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 200+ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ചാണ് ഇപ്പോൾ. അവിടുത്തെ ക്യൂറേറ്ററായിട്ടുള്ള ആൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു 200+ എന്തായാലും പ്രതീക്ഷിക്കാം എന്നുള്ളത്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കഴിഞ്ഞ നടന്ന കളിയിൽ പോലും അത് സാധ്യമായിരുന്നു. പക്ഷേ 19ാമത്തെ ഒരു ഓവറിൽ അർഷ്ദീപ് സിംഗ് വെറും 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതുപോലെ പവർ പ്ലേയിൽ അവർക്ക് റൺസ് നേടാൻ കഴിയാത്തതും ഇവരുടെ 200 കടക്കുക എന്ന് പറഞ്ഞ ഒരു കടമ്പ അവർക്ക് കടക്കാൻ സാധിക്കാതെ പോയതിൻ്റെ കാര്യം അതുതന്നെയാണ്. പവർ പ്ലേയിൽ വെസ്റ്റ് ഇൻഡീസ് കളി വെറും 45 റൺസാണ് പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടം കൂടെ അവർക്ക് എടുക്കാൻ സാധിച്ചത്. അവരുടെ ഷോയിൻ പോപ്സ് റൺ ബോൾ സിസ്റ്റത്തിൽ കളിച്ചതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ ബാറ്റിങ്ങിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും ലുങ്കി ഇംഗ്ഡി വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ 12 വിക്കറ്റുകൾ ഇതിനകം അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കോവിൻ വാഷ് 11 വിക്കറ്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കജാസോ റബാഡ നല്ലൊരു ബോളറാണ്. മാക്രോ ജാക്സൺ നന്നായിട്ട് ബോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ കേശവ് മഹാരാജ് ആണോ അതോ ജോർജ് ലിൻഡെ ആണോ ഈ പ്രശ്നം കളിക്കുന്നതെന്ന് കൃത്യം അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും കേശവ് മഹാരാജിനെ തന്നെ ഇറക്കിയിടാൻ സാധ്യത. അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അങ്ങനെ ബോളിങ്ങിനും ബാറ്റിങ്ങിൻ്റെയും കാര്യത്തിൽ ഈക്വലായിട്ട് നിന്നുകൊണ്ട്, ബാലൻസ്ഡായിട്ട് നിന്നുകൊണ്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. പിന്നെ ഭാഗ്യത്തിൻ്റെ ഒരു ഭാഗ്യമില്ലായ്മ ശരിക്കും സൗത്ത് ആഫ്രിക്കയെ എപ്പോഴും ചതിക്കാറുണ്ട്.
എങ്കിലും ICC ടൂർണമെൻറ്റിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ട് അവസാനം കൊണ്ട് പടിക്കിൽ കൊണ്ട് കലമുടയ്ക്കുന്ന ഒരു ശീലം സൗത്ത് ആഫ്രിക്ക ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അവർ കപ്പടിച്ചുകൊണ്ട് ആ ICC ചാമ്പ്യൻഷിപ്പിലെ ഒരു കപ്പ് കിരീട വരൾച്ച അവർ അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രമൊക്കെ പഴങ്കഥയാക്കിക്കൊണ്ട് ഇതിൽ അവർ ഫൈനൽ വരെയും കപ്പടിക്കുകയോ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി ന്യൂസിലൻഡിൻ്റെ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീം സെഫേർട്ട്, അതിന് ഫിന്നലൻ അവിടെ ഓപ്പണിംഗ് പെയറിൽ വരുന്ന രണ്ടുപേരും അതിവേഗത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള 2 പ്ലെയേഴ്സാണ്. അപ്പോൾ അവർ നൽകുന്ന ഒരു തുടക്കം അതായിരിക്കും ന്യൂസിലൻഡിൻ്റെ മുന്നോട്ടുള്ള ഫ്ലോയിൽ സഹായിക്കുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ രച്ചിൻ രവീന്ദ്രയാണ്. രച്ചിൻ രവീന്ദ്ര നമുക്കറിയാം നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. നല്ല രീതിയിൽ വിക്കറ്റുകൾ നേടാൻ സാധിക്കുന്ന ഒരു ബോളാണ്. പക്ഷേ ബാറ്റിങ്ങിൽ അദ്ദേഹം അത്ര കണ്ട് ശോഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. അതിന് ശേഷം വരുന്ന അവരുടെ ഗൺ ഫിലിപ്സ് വളരെ നമുക്കറിയാം ലോകത്തെ ഒരു ഫീൽഡറാണ്. നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന സ്ഫോടനാത്മകമായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അതുപോലെ നല്ല രീതിയിൽ ബോളിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ കൂടിയാണ്. ഒരു 3D പ്ലെയറാണ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഗൺ ഫിലിപ്സ്. അതുപോലെ തന്നെ ഡാരൽ മിച്ചലും നമുക്കറിയാം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ അത് ഇച്ചിരി കൂടെ ഒരു ടോപ്പിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഡാരൽ മിച്ചൽ. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഡാരൽ മിച്ചൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രകടനം നാളെ നിർണായകമാണ്. അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ സാഡ്നറുടെ ഒരു ഒറ്റയാൾ പ്രകടനം കൊണ്ട് തന്നെ ന്യൂസിലാൻഡ് ഈ ഒരു ടൂർണമെൻറ്റിൽ കളികൾ ജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ ഒറ്റയ്ക്ക് നിന്ന് കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്ലെയറാണ് മിച്ചൽ സാഡ്നർ. നമുക്കറിയാം ന്യൂസിലാൻഡ് ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയായിട്ട് 5 മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ വേൾഡ് കപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ പിച്ച് കുറച്ചും കൂടിയൊക്കെ അവർക്ക് അറിയാവുന്ന സാഹചര്യമാണ്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചോളം അവർ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കൊൽക്കത്ത പോലത്തെ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ അവർ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ നല്ല ബോളേഴ്സ് ഉണ്ട് ന്യൂസിലാൻഡ് നിരയിൽ. നമ്മുടെ മാറ്റ് ഹെൻറി വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗദിയാണോ അതുപോലെ തന്നെ ജേക്കബ് ഡഫിയാണോ ഇപ്രാവശ്യം വരുന്നതെന്നുള്ളത് കണ്ടറിയണം. അത് ക്യാപ്റ്റൻ്റെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും. ആര് വന്നാലും അത് സൗത്ത് ആഫ്രിക്കയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശക്തി ന്യൂസിലാൻഡ് ബോളേഴ്സിനുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടതിനിരിക്കുന്നു. പക്ഷേ കണക്കിലെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മേൽക്കൈ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു മത്സരമായിരിക്കും. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ഒരു 220 പ്ലസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ചേസ് ചെയ്യുന്ന ടീമിനെ അതൊരു പ്രഷറിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ പ്രിവ്യൂ ആണ്. അപ്പോൾ ഈ മത്സരത്തിന് ശേഷം നമ്മളിതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അടുത്ത ദിവസം നടക്കുന്ന ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും 2024 ഒരു ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല ന്യൂസിലൻഡാണ് വിജയിക്കുന്നതെങ്കിൽ അവർ ഫൈനലിൽ കപ്പടിച്ചാലോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക കപ്പടിച്ചാലോ അതും ഒരു ചരിത്രമാണ്. നമുക്കറിയാം ഈ T20 വേൾഡ് കപ്പിൽ ഈ 2 ടീമുകളും കപ്പ് നേടിയിട്ടില്ലാത്ത ടീമുകളാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടും ഇന്ത്യയും സെമിയിലൊക്കെ കിടന്ന മറ്റ് 2 ടീമുകളായിട്ടുള്ള ഇംഗ്ലണ്ടും ഇന്ത്യയും 2 തവണ കപ്പ് നേടിയിട്ടുണ്ട്. ഇന്ത്യ 2007-ലും 2024-ലും നേടി. ഇംഗ്ലണ്ട് 2010-ലും 2022-ലും കപ്പ് നേടിയ ടീമുകൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ആരെങ്കിലും ഒരാൾ ഫൈനലിൽ കടന്ന് കപ്പടിച്ചാലും നമുക്ക് വലിയ ഇതൊന്നുമില്ല. കാരണം അപ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഇന്ത്യ കപ്പടിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും വളരെ നല്ലൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.